Make a statement jewelry by Claris. ബ്രിട്ടീഷ് ഭരണകാലത്തെ കെട്ടിടത്തിൽ നിന്നും പെരിന്തൽമണ്ണ സബ് ട്രഷറി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. പുതിയ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ചരിത്രമുറങ്ങുന്ന പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസ് ഇനി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിലും കോടതിയും ഈ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പെരിന്തൽമണ്ണ സബ് ട്രഷറി ആരംഭിച്ചത് മുതൽ 60 വർഷത്തിലേറെയായി പ്രവർത്തിച്ചത് ഈ കെട്ടിടത്തിലാണ്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. 1921 മലബാർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ സബ് ട്രഷറി കെട്ടിടം അഗ്നിക്കിരയാക്കിയതായി പറയുന്നു. ബലക്ഷയവും കാലപ്പഴക്കവും കാരണം ജീർണാവസ്ഥയിലാണ് കെട്ടിടം. ചോർച്ചയും അനുഭവപ്പെട്ടിരുന്നു. ജീവനക്കാർ മുൻകൈയെടുത്ത് പല തവണകളിലായി അറ്റകുറ്റപ്പണികൾ നടത്തി. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെങ്കിലും നിയമസാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ട്രഷറിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പട്ടാമ്പി റോഡിലെ സപ്ലൈകോ പീപ്പിൾ ബസാറിന് പിറകുവശത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്കാണ് മാറ്റിയത്. പുതിയ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസിന്റെ പ്രവർത്തനം ജില്ലാ ട്രഷറി ഓഫീസർ കെ ജി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആണ് ഇത്രയും ഏരിയ എനിക്ക് തോന്നുന്നത് ജില്ലാ ട്രഷറിയുടെ ഏരിയ ഉണ്ടാവും. പക്ഷേ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നു. നമ്മുടെ പഴയ ബിൽഡിങ്ങാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ബിൽഡിങ്ങാണ്. ഞങ്ങളവിടെ സന്തോഷത്തോടും കഴിയുന്നു. ഇത് ഏരിയ കൂടുതലുണ്ട് എങ്കിലും നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ആധുനികമായ മുതൽ ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം. സബ് ട്രഷറി ഓഫീസർ PH ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ അബ്ദുറഹിമാൻ, ജാഫർ കക്കൂത്ത്, MK ശ്രീധരൻ, തഹസിൽദാർ PM മായ, ജയിൽ സൂപ്രണ്ട് ഹനീഫ, സബ് ട്രഷറി ജൂനിയർ സൂപ്രണ്ട് P അബ്ദുൽ ഷുക്കൂർ, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഹലി, ശിവപ്രസാദ്, SUE മണ്ഡലം ട്രഷറർ P മുഹമ്മദ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി P നിഖിൽ, ഷൺമുഖൻ, K വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ് കളക്ടറുടെ വസതിക്ക് സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. 9.5 സെന്റ് സ്ഥലം ട്രഷറി വകുപ്പിന് കൈമാറിയതുമാണ്. എന്നാൽ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിന്റെ അപ്രോച്ച് റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം. ഇതിനാൽ ഈ സ്ഥലം പൂർണ്ണമായും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നത് തടസ്സമായി. അതോടെ 2 നിലകളിലായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടത്തിന്റെ രൂപരേഖയ്ക്ക് അനുമതിയില്ലാതെയായി. 3 നിലകളോടുകൂടിയ കെട്ടിടത്തിന്റെ പുതിയ രൂപരേഖ തയ്യാറാക്കിയെങ്കിലും ധനവകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചതുമില്ല. ആയിരക്കണക്കിന് പെൻഷൻകാരും സർക്കാർ ഉദ്യോഗസ്ഥരും പെരിന്തൽമണ്ണ സബ് ട്രഷറിയെ ആശ്രയിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർ, പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ കെട്ടിടത്തിലേക്ക് പ്രയാസം കൂടാതെ കയറി ചെല്ലാനാവും. ട്രഷറി മുൻ ജീവനക്കാരനും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അരുൺകുമാറിന്റെ സ്മരണാർത്ഥമുള്ള ലൈബ്രറിയും പുതിയ ട്രഷറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ട്രഷറി ഓഫീസർ അടക്കം നിലവിൽ 18 ജീവനക്കാരാണ് ട്രഷറി ഓഫീസിലുള്ളത്.